നമസ്കാരം. സിതാര സമീൻ പെറിലെ ഗുട്ടു ഗോപികൃഷ്ണൻ വർമ്മ. എന്താ മോളെ അനുതാരെ പേരുവായില്ലായ? മീശമാധവനെ തൊട്ടാണ് സിനിമയോട് താല്പര്യം തുടങ്ങിയത്. എന്ത് പറഞ്ഞാലും അതിനകത്ത് ദിലീപിന്റെ എന്തെങ്കിലും ഒരു മേമ്പൊടി ചേർക്കാതെ ഇവൻ പറയില്ല എന്ത് സംഭവമാണെങ്കിൽ. ആമിർ ഖാൻ എങ്ങനെ നമ്മളെ? ആമിർ ഖാൻ കാണുമ്പോ ക്ലാമറ. അമീർ സാറ് എന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ആപ്കാ ലഡ്ക ബഹുത് ഷാർപ്പ് ഹൈ, വെരി ടാലന്റഡ് ഹീസ്. ഗോപി മലയാളിയാണ്, ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, പക്ഷെ ടാലന്റഡ് ആയതുകൊണ്ട് ആക്ടർ ഹൈ, ഇസ്ലിയെ ഹംനെ ഇസ്കോ ഫിലിം മേ ലേ ലിയ. ഇന്ന് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുവരെ ആരും അവനെ വിളിച്ച് അഭിനന്ദിച്ചിട്ടില്ല ഒരു സിനിമയ്ക്കും വേണ്ടിയിട്ടും. അപ്പോൾ അത് അവനൊരു വലിയ സങ്കടമാണ്. കാരണം അത് ഞങ്ങൾക്കും ചിലപ്പോൾ ഇങ്ങനെ തോന്നും, കാരണം ഇങ്ങനെ ഒരു മോനെ അവൻ്റെ കഴിവുകൾക്ക് സപ്പോർട്ടാണല്ലോ ശരിക്കും. അപ്പോൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ. ആരുടെയൊക്കെ കൂടി ഇനി അഭിനയിക്കാൻ ഗോപിക്ക് താല്പര്യമുണ്ട്? നാരട്ടൻ. ധാരാളം അത്ര ഇഷ്ടമാണോ? പിന്നെന്താ മണത്തിന് ശ്വാസവാഗിരി. ലവ് ഉണ്ടോ? അഫെയർ ഉണ്ടോ? ഗോപി സിംഗിൾ, റെഡി ടു മിംഗിൾ. കേട്ടല്ലോ. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലേ. സിതാര സമീൻ പെറിലെ ഗുട്ടു ഗോപികൃഷ്ണൻ വർമ്മ അമ്മയുടെ കൂടെ. അമ്മ രഞ്ജിനി വർമ്മ മ്യൂസീഷ്യനാണ്, മ്യൂസിക് തെറാപ്പിസ്റ്റ് ആണ്, മാത്രമല്ല മ്യൂസിക് ഡയറക്ടറും കൂടിയാണ്. അപ്പൊ നമ്മൾ ക്ലബ് എഫ് എമ്മിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം, ഇങ്ങോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. സിതാര സമീൻ പെർ ഇന്ത്യ മുഴുവൻ വലിയ ഖ്യാതിയോട് കൂടിയിട്ട് പ്രദർശനം തുടരുന്ന ഒരു സിനിമയാണ്. വലിയ രീതിയിൽ ജനപ്രീതി ആകർഷിച്ചൊരു സിനിമയാണ്. ആമിർ ഖാനൊപ്പം അഭിനയിച്ച താരമാണ് ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് ഗുട്ടുവിന്റെ ഒരു പ്രത്യേകത, ഗുട്ടു ജന്മം കൊണ്ട് തൃപ്പൂണിത്തറക്കാരനാണെങ്കിലും രഞ്ജിനി ചേച്ചിയും തൃപ്പൂണിത്തറക്കാരാണെങ്കിലും ഇവിടെ കോഴിക്കോടാണ് ഗുട്ടു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്, അല്ലേ? ഗുട്ടുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാണ്? കോഴിക്കോട്ടെ തന്നെ ആണ്. എന്തുകൊണ്ടാണ് കോഴിക്കോടിനെ ഗുട്ടു ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഇവിടെ പഠിക്കുന്നത് എവിടെയാ? ഇവിടെയാണ് ഗുട്ടു ജനിച്ചത് തൃപ്പൂണിത്തുറയാണ്, പഠിച്ചതും ഇവിടെയാണ്. ഗോപികൃഷ്ണനെ ഇപ്പൊ ഈ ഗുഡു ആക്കി മാറ്റാനുള്ള ഒരു ലെവലിലേക്ക് സപ്പോർട്ട് ചെയ്ത സ്ഥലം കോഴിക്കോടാണ്. എങ്ങനെ ആമിർ ഖാൻ എങ്ങനെ നമ്മളെ? ആമിർ ഖാൻ കുഴപ്പമില്ല, കാണുമ്പോ ക്ലാമറ. ഓ, മുട്ടാൻ പറ്റൂല. ആമിർ ഖാന്റെ വൈഫുണ്ട് സിനിമയില്. ഞാൻ കുറെ ഫുൾ സിനിമ കാണുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുണ്ട് ബോയ്സ്. ഞാൻ സോഷ്യൽ കളിച്ചത് അല്ലാതെ ഈ പാട്ട് ഇന്നും കളിക്കും. പണ്ട് ഇവൻ കുഞ്ഞായിരിക്കുമ്പോഴ് റോഷി എന്ന് പറയുന്ന സ്പെഷ്യൽ സ്കൂളിലാണ് ഇവൻ പഠിച്ചത് തുടക്കത്തില്. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ബോയ്സ് റിലീസായത് സിനിമ. അപ്പൊ അതിലെ അലെ അലെ എന്നുള്ള പാട്ട് വെച്ചിട്ട് കൊടുത്താൽ ഇവൻ നിറയെ ഡാൻസ് കളിക്കുമായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട്. അതിലുണ്ടായിരുന്ന നായികയുടെ ഒപ്പം ഇവനിപ്പോ അഭിനയിച്ചു എന്നുള്ളതാണ്. ജനേലിയുടെ കൂടെ അവൻ അഭിനയിച്ചു എന്നുള്ളത് അവന് ഭയങ്കര. പിന്നെ ഈ സിതാര സമീൻ പെറിലെ പാട്ട് സീനില് ജനേലിയുടെ കൂടെ ഡാൻസ് കളിച്ചു ഇവൻ. അപ്പൊ അന്ന് ജനേലിയനെ സ്ക്രീനിൽ കണ്ട് ഡാൻസ് കളിച്ച ആളാണ്. ആമിർ ഖാനെയും എല്ലാം സ്ക്രീനിൽ കണ്ട് ആരാധിച്ചിരുന്ന ആള് അവരുടെ കൂടെ അഭിനയിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. അതില് സന്തോഷമായോ ഗോപിക്ക് ശരിക്കും ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന? ആദ്യത്തെ സിനിമ അല്ല ഗോപിയുടെ. ഗോപി മലയാളത്തിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ സിതാര സമീൻ പെറിൽ അഭിനയിച്ചത്. സിനിമയാണ് ഗോപി. യെസ്, തിരികെ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇടിയൻ ചന്തു എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലൊക്കെ നമ്മുടെ സ്വന്തം ഭാഷയിൽ ഒന്ന് തൊട്ട് വെച്ചിട്ടാണ് അഭിനയ ജീവിതത്തിൽ ഇപ്പൊ ഇന്ത്യയുടെ മൊത്തം പ്രേക്ഷകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സിതാര സമീൻ പെറിൽ എത്തിയിട്ടുള്ളത് ഗോപി. എങ്ങനെയായിരുന്നു ഈ ഒരു കോള് വരുന്നത്? ആക്ച്വലി തിരികെ സിനിമ കഴിഞ്ഞിട്ട് ഉള്ള ടൈമിൽ ത്രയം രണ്ടാമത്തെ സിനിമ അത് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് 2022 ഒരു കാസ്റ്റിംഗ് കോള് കണ്ടിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതാണ്. നമുക്ക് ഒരു ഓട്ടിസം ഗ്രൂപ്പിൽ നിന്നും ആണ് കാസ്റ്റിംഗ് കോൾ ആദ്യം അയച്ചു തന്നത്, അഡ്വർടൈസ്മെന്റ്. പിന്നെ തിരികെയുടെ ഡയറക്ടറും നമുക്ക് അയച്ചു തന്നു അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഗോപിയുടെ തിരികെയിലെ കുറച്ച് സീൻസും പിന്നെ ഇവൻ ഓൾറെഡി ടിക്ടോക്ക് ചെയ്ത റീൽസ് ചെയ്ത കുറെ വീഡിയോസ് അതെല്ലാം കൂടിയിട്ട് അയച്ചു കൊടുത്തു.
2022 ജനുവരിയിലാണ്. അങ്ങനെയാണ് തുടക്കം. പിന്നെ അതിൽ നിന്ന് അവർ പിന്നെ ഹിന്ദിയിൽ മൊണോലോഗ് പറയാനും അങ്ങനെ ഓരോന്ന് പല പല രീതിയിൽ റൗണ്ടുകൾ ഉണ്ടായിരുന്നു ഓഡീഷൻ്റെ. അതെല്ലാം കഴിഞ്ഞ് 2022 ഏപ്രിലിൽ ഞങ്ങളെ ഫസ്റ്റ് ബോംബെയിലേക്ക് വിളിച്ചു, നേരിട്ടുള്ള ഓഡീഷന്. അവിടുന്ന് അവന് വേറൊരു ക്യാരക്ടറായിരുന്നു കിട്ടിയത് ആദ്യം. പക്ഷെ പിന്നെ ഇവൻ്റെ അഭിനയ സാധ്യത അവൻ്റെ ടാലൻറ്റ് തിരിച്ചറിഞ്ഞിട്ട് അവന് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ടുള്ള ഗുഡു അവന് കൊടുക്കുക ചെയ്തത്. പക്ഷെ ഇടയിൽ പിന്നെ മൂവി പ്രോജക്റ്റേ നിന്നുപോയി. 2022 നവംബറൊക്കെ ആയപ്പോൾ നിന്നുപോയി. പിന്നെ ഇത് നടക്കുമോ ഇല്ലയോ എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക് എല്ലാവർക്കും. പക്ഷെ ഇവൻ പറഞ്ഞിരുന്നു സിനിമ നടക്കും, ഗുഡു തന്നെ അവന് കിട്ടും എന്ന് ഭയങ്കര ഉറപ്പായിരുന്നു ആൾക്ക്. അപ്പൊ അതേപോലെ 2023 ആയപ്പോൾ നമ്മൾ ഇടിയൻ ചന്തു ചെയ്തു. അപ്പൊ ഇടിയൻ ചന്തുവിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നമുക്ക് ബോംബെയിൽ നിന്ന് കോള് വന്നു, ഈ ഷൂട്ടിങ് കഴിഞ്ഞാൽ നേരെ ബോംബെക്ക് പോരേന്ന്. അങ്ങനെ ഞങ്ങള് പിന്നെ വർക്ക്ഷോപ്സും അതൊക്കെ ആയിട്ട് 24 ഫെബ്രുവരിയിൽ ഷൂട്ട് തുടങ്ങി. നീണ്ട കുറേ വർഷത്തെ എന്ന് പറയാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഈ സിനിമയുടെ പിന്നാലെയാണ്. പക്ഷെ അത്രയും ഹാർഡ് വർക്കിനും ആ ഒരു ഡെഡിക്കേഷനും ഒക്കെ ഉള്ള റിസൾട്ട് കിട്ടിയെന്ന് വിചാരിക്കണം ശരിക്കും. ഗുഡു എന്ന ക്യാരക്ടറിനോട് ശരിക്കും സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ക്രൂ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മളെ ഗോപി ശരിക്കും നീതി പുലർത്തിയ പോലെ ചേച്ചിക്ക് തോന്നി. എന്താണ് ഗോപിക്ക് എത്രത്തോളം അത് ആ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടി സാധിച്ചു എന്നാണ് ചേച്ചിയുടെ ഒരു വിലയിരുത്തൽ? അതിപ്പോൾ പറയുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ഞാനുണ്ടായിരുന്നു. കാരണം ഗോപിക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും തീരെ അറിയില്ലായിരുന്നു നമ്മളിവിടുന്ന് പോകുമ്പോൾ. അപ്പോൾ അവൻ ഫസ്റ്റ് ഹിന്ദി പറയുന്നത് തന്നെ അവരയച്ചു തന്ന മോണോലോഗ് ഞാൻ പഠിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ അവിടെ ചെന്നിട്ട് അപ്പോൾ അവർക്ക് എന്നിലൊരു കോൺഫിഡൻസ് തോന്നിയതുകൊണ്ടാവാം സ്ക്രിപ്റ്റൊക്കെ എനിക്ക് അയച്ചു തന്നു, എൻ്റെ ഡയലോഗ്സ്. ഞങ്ങൾ പിന്നെ ഈ ബ്രേക്ക് വന്നെങ്കിലും ആ സമയത്തൊക്കെ ഞങ്ങൾ ഡയലോഗ്സ് മുടങ്ങാതെ പഠിക്കുന്നുണ്ടായിരുന്നു. എങ്ങാനും സിനിമ നടക്കുകയാണെങ്കിൽ എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹോംവർക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവനെ ഡയലോഗ്സ് ഒക്കെ ഇതാക്കിയായിരുന്നു. പിന്നെ സെറ്റിൽ എപ്പോഴും ഞാനുണ്ടാവും. ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് അവരെല്ലാവരും ഹിന്ദി ഡയറക്ടർ സാറ് തമിഴിയനാണ്. ബട്ട് സ്റ്റിൽ ആൾക്ക് മലയാളത്തിൽ കൺവേ ചെയ്യാൻ അറിയില്ല, ഇവന് അത്രയധികം തമിഴും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനുണ്ടാവും അവിടെ. അപ്പോൾ രഞ്ജിനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യാൻ പറയൂ ഇങ്ങനെ ചെയ്യാൻ പറയൂ എന്ന് പറയും. അപ്പോൾ ഞാനത് ഇവന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവനെ എങ്ങനെ ഇതാക്കണം എന്നുള്ള ആ ഒരു ഐഡിയ അവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സിനിമ. പിന്നെ ചില സമയത്ത് എനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് ആമിർ സാർ എന്നെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവന് മനസ്സിലാവാത്ത വരുമ്പോൾ ചിലപ്പോഴൊക്കെ എന്നെ വീഡിയോ കോൾ വിളിക്കും. സെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ വിളിക്കും. അപ്പം അങ്ങനെയും ചിലപ്പോൾ പറ്റാത്ത സമയങ്ങളിൽ ആമിർ സാർ കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് ഇവൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ ആമിർ സാറ് എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ആപ്കാ ലഡ്ക ബഹുത് ഷാർപ്പ് ഹേ, വെരി ടാലൻറ്റഡ് ഹീസ്, അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ നാളൊരു ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു സാറ്. കാരണം ഗോപി മലയാളിയാണ്, ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, പക്ഷെ ടാലൻറ്റഡ് ആയതുകൊണ്ട് നല്ല അച്ഛ ആക്ടറെ ഇസ്ലിയെ ഹംനെ ഇസ്കോ ഫിലിം മേ ലേ ലിയ. പക്ഷെ ഭയങ്കര മുഷ്കിൽ കാമാണ് ആൾ ഇത്രയും നല്ല ഈസി ആയിട്ട് ചെയ്തത്. ഈ രഞ്ജിനി വർമ്മ എന്ന മ്യൂസീഷ്യൻ ഗോപികൃഷ്ണന്റെ അമ്മ ഹിന്ദി ഇത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, ആള് ഹിന്ദിയിൽ MA ഉള്ള ആളാണ്. ഹിന്ദി ടീച്ചറാവാൻ വേണ്ടി BEഡും അല്ലെ, BEഡിലും ഹിന്ദി ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ അത് ഇപ്പൊ ഈ ഒരു സമയത്ത് ശരിക്കും ഉപകാരപ്പെട്ടു ചേച്ചി. തീർച്ചയായിട്ടും അല്ലേ? ഗോപി ഇപ്പൊ ഹിന്ദിയൊക്കെ ഇനി ഗോപിക്ക് പറയാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ ഗോപിക്ക്? ഹിന്ദിയിലാ അമ്മയുള്ളതുകൊണ്ട് എനിക്ക് ഒന്നിനും ഒരു പേടിയില്ല, അങ്ങനെയാണോ? അതോ ഗോപിക്ക് ഇനി സ്വന്തമായിട്ട് പെട്ടെന്ന് അമ്മ ഇല്ലാത്ത സമയത്ത് ആരും വന്ന് ഹിന്ദി ചോദിച്ചാൽ ഹിന്ദിയിലേക്ക് മറുപടി കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഞാൻ വളരെ കുറച്ച് പറയുള്ളൂ, കുറച്ച് പറയുള്ളൂ, അധികം സംസാരിക്കില്ല ഗോപി അല്ലേ? സംസാരിക്കുന്നുണ്ട് കുറച്ചുള്ള. ഇങ്ങനെ പഠിച്ചു വരുമ്പോഴുള്ള ഒരു ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇന്നാള് നമ്മള് പുതിയ സിനിമ അവന്റെ ഇൻഡോ വിയറ്റ്നാം ഒരു പ്രോജക്റ്റ് ആണ്, ഇന്റർനാഷണൽ പ്രോജക്ട്. ഇപ്പൊ ഇനി തുടങ്ങാൻ സെപ്റ്റംബറിലാണ് അതിന്റെ. അപ്പൊ അതിന്റെ ലോഞ്ച് ഉണ്ടായിരുന്നു ഡൽഹിയില്, പ്രസ് കോൺഫറൻസ് ഒക്കെ ആയിട്ടായിരുന്നു. അപ്പൊ ആളാകെ ഒരു ഭയങ്കര വരണ്ടു പോയി. എല്ലാ മൈക്കുകളും എല്ലാരും കൂടി വന്നിട്ട് ആപ്കോ കേസാ ലഗ്താ ഹെ അഭി സിതാരെ ജമീൻ പർ കെ ബാദ് അഭി നയാ മൂവി ഹെ, അങ്ങനെ ഇങ്ങനെ കുറെ ഹിന്ദിയൊക്കെ അങ്ങ് ചോദിച്ചപ്പോ ആളാകെ ദീർഘശ്വാസമൊക്കെ വലിച്ചിട്ട്. ഗോപി
ആലോചിച്ച് നോക്ക്. അമ്മ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്താ പറഞ്ഞോളൂ. ഗോപി എവിടുന്നാണ് ഗോപി ജനീലിനെ ഇഷ്ടപ്പെട്ടു. ബോയ്സ് മൂവി ഇറങ്ങിയ സമയത്ത് ജനീലിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടാന്ന് ഗോപിക്ക് തോന്നി ഇല്ലേ? ആ ജനീലിയന്റെ അന്നത്തെ പാട്ട് വെച്ചിട്ട് AR റഹ്മാൻ സാറിന്റെ മ്യൂസിക് കമ്പോസിംഗിൽ വന്നിട്ടുള്ള പാട്ടുകൾക്ക് ചുവട് വെച്ച ഗോപി ഇന്ന് അതേ ജനീലിന്റെ കൂടെ അഭിനയിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. അപ്പൊ ഗോപിക്ക് ഇനി ഇന്ത്യക്ക് പുഷ്പം പോലെ പറയാൻ പറ്റും. എന്തേ പിന്നെന്താ അല്ല കുറച്ച് പഠിച്ച ശരിയാകും. കൂടുതല് ഹിന്ദി ഇംഗ്ലീഷ് കൂടി. അമ്മ എന്താ മ്യൂസിക് പഠിപ്പിച്ചു തരാത്തെന്ന് ഗോപി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പണ്ടല്ല, ഇപ്പൊ ആവശ്യമില്ലല്ലോ. പണ്ട് മ്യൂസിക് ആവശ്യമുണ്ട്, ഇപ്പൊ എന്താ മ്യൂസിക് ആവശ്യമില്ലാത്ത ഗോപിക്ക്? ഇപ്പൊ ഇങ്ങനെ സ്വയം പഠിക്കുന്നുണ്ടോ? സ്വയമാണോ പഠിക്കുന്നത്? അപ്പൊ ഗോപിക്ക് ആക്ടിങ് ആണോ അല്ലെങ്കിൽ അമ്മയുടെ മ്യൂസിക് ആണോ ഏറ്റവും ഗോപിക്ക് താല്പര്യമുള്ള എന്താണ്? എനിക്ക് ആക്ടിങ്ങും പാട്ടും തന്നെയാ. ആണല്ലേ? ഗോപി ലോകം അറിയപ്പെടുന്ന ഒരു നടനാവാനാണ് ആഗ്രഹിക്കുന്നത്, സ്ക്രീൻ ആക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. അതെ, കുറെ സിനിമകൾ അഭിനയിക്കണം. ആരുടെയൊക്കെ കൂടെ ഇനി അഭിനയിക്കാൻ ഗോപിക്ക് താല്പര്യമുണ്ട്? ഹിന്ദി തന്നെയാണ് മെയിൻ ആയിട്ട്. ഓ, ലാലേട്ടൻ അത്ര ഇഷ്ടമാണോ? പിന്നെന്താ, ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയലോഗ് ഒന്ന് ജസ്റ്റ് ഗോപി പറയും. ഗോപി നല്ല മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ. ഗോപി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണട്ടെ, ഞാനൊന്ന് കാണാം. ഗോപി ശരിക്കും മിമിക്രി ആദ്യം തുടങ്ങുന്നത് ആരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാ ചേച്ചി ഗോപിക്ക് അങ്ങനെ ആക്ച്വലി? അത് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 3.5 വയസ്സുള്ളപ്പോ അവൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ബോയ് ആയിരുന്നു. ഒരു സ്ഥലത്ത് ഇരിക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടീനെ മാനേജ് ചെയ്യാൻ. അങ്ങനെയുള്ളപ്പോ അവൻ ഞങ്ങള് റിസ്ക് എടുത്ത് ഞങ്ങളൊരു സിനിമയ്ക്ക് കൊണ്ടുപോയി. മീശ മാധവൻ സിനിമ കാണിക്കാൻ കൊണ്ടുപോയി. ആ സിനിമ കണ്ടുകൊണ്ട് ഫുൾ ടൈം ഇരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു നേട്ടം. സിനിമയാണ് ഗോപി ആദ്യമായി ശാന്തനാക്കിയത്, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഗോപി. ഇപ്പൊ ഗോപി നോക്കൂ, നല്ല പക്വതയുള്ള വളരെ ശാന്തനായ ഗുഡ് ബോയ് ആയി മാറി. അതിന്റെ കാരണം സിനിമ തന്നെയാണ് ഇപ്പൊ അല്ലേ? സിനിമയാണ്. അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നതിന് ശേഷം അവൻ മീശ പിരിച്ച് കാണിച്ചു, മാധവനെ പോലെ. മാധവൻ മീശ പിരിച്ച എന്താ സംഭവിക്കുക ഗോപി? മാധവൻ മീശ പിരിച്ച എന്താ സംഭവിക്കുക ഓർമ്മയുണ്ടോ? അന്ന് രാത്രി വീട്ടില് അര കയറ കള്ളം കയറും അല്ലേ? ഗോപിക്ക് ഇപ്പോഴും മീശ ഇഷ്ടമാണോ? ഗോപിക്ക് ഇനി കട്ടി മീശയൊക്കെ വരും കേട്ടോ, വലിയ മീശയൊക്കെ ഗോപിക്ക് ഇപ്പം. അതെ പരാതിയാ, താടി വരുന്നുണ്ട് മീശ വരുന്നില്ല, എന്നിട്ട് കാസ്റ്റർ ഓയിലൊക്കെ തേക്കും. ആദ്യം താടിയായിരിക്കും അവിടുന്ന് പുറപ്പെട്ടെ, മീശ വരുന്നേ ഉണ്ടാവുള്ളൂ ട്രാഫിക് ജാം കാരണം. അതെ, യൂട്യൂബൊക്കെ നോക്കി ടിപ്സ് ഒക്കെ നോക്കും മീശ വരാനല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു കാസ്റ്റർ ഓയിൽ വാങ്ങി തരാൻ പറഞ്ഞ്. ഗോപി ഒന്നുമില്ല, മീശയൊക്കെ വന്നോളൂ കേട്ടോ. ഗോപിക്ക് പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ? പിന്നെന്താ, വേറെ എന്ത് ക്യാരക്ടർ ഗോപിക്ക് ചെയ്യാൻ താല്പര്യം? ഞാൻ വില്ലനായിട്ട് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടോ ഗോപി? പിന്നെന്താ. അപ്പൊ വില്ലൻ ആവുമ്പം ഗോപി ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കുവോ? ഇവൻ രണ്ടാമത് ചെയ്ത സിനിമയുണ്ട് ത്രയം. അതില് ലാലേട്ടന്റെ ഒരു ലോഹം സിനിമയിലെ ഒരു ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ത്രയത്തില്. ഒരു തോക്കെടുത്ത് കാണിച്ചിട്ട് അതൊന്ന് കാണിച്ചു ഗോപി. ഗോപി ഇപ്പം വേറെ ഏതൊക്കെ ആക്ടേഴ്സിനെ ഞങ്ങൾക്ക് അനുകരിച്ച് കാണിക്കാൻ ഗോപിക്ക് ഇഷ്ടമുണ്ട്? മറ്റേ ദിസ് കുട്ടി അത് ചെയ്തേ, ദിസ് കുട്ടി ദാറ്റ് പട്ടി, അതെ അത് ചെയ്യേ. ഇംഗ്ലീഷിന് പഠിക്കണ്ടേ? ഗോപി ചാന്തുപൊട്ടിലെ ക്യാരക്ടർ ഇഷ്ടമാണോ? പടങ്ങളെ കലങ്ങ അവനത് ശശി. ഗോപിക്ക് എന്താണ് ഇങ്ങനെ ദിലീപിന്റെ ഒരു താല്പര്യം വന്നിട്ട് ചേച്ചി ആരോ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ അതെ, എന്താ പറയാ, ഇവന് തുടക്കം തൊട്ടേ ഈ മീശ മാധവന് തൊട്ടാണ് സിനിമയോട് താല്പര്യം തുടങ്ങിയത്. പിന്നെ ദിലീപിന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ സ്വതവേ എല്ലാവർക്കും ഭയങ്കര എന്റർടൈൻമെന്റ് ആണല്ലോ, ഒരു കാലത്തെ ജനപ്രിയ സിനിമകളായിരുന്നു. അതെ അതെ അതെ. അപ്പൊ കൊച്ചു പയ്യനല്ലേ, അത് ഡാർലിംഗ് ഡാർലിംഗ് ആണെന്ന് എന്ത് പറഞ്ഞാലും അതിനകത്ത് ദിലീപിന്റെ എന്തെങ്കിലും ഒരു മേമ്പൊടി ചേർക്കാതെ ഇവൻ പറയില്ല എന്ത് സംഭവമാണെങ്കിലും. അതെ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ കൊച്ചി ഷെയർ ആൻഡ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു ചാരിറ്റബിൾ ഒരു സൊസൈറ്റിയിൽ ഞാൻ മെമ്പറാണ്. അപ്പൊ അതിലത്തെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് റഫീഖ്, അദ്ദേഹം വഴി നമ്മള് ദിലീപിനെ മീറ്റ് ചെയ്തു. വെൽക്കം ടു സെൻട്രൽ ജയിലിന്റെ സെറ്റിൽ പോയി ദിലീപിന് ഒരു ചെറിയ ഗണപതിയുടെ വിഗ്രഹമൊക്കെ കൊടുത്ത് ഭയങ്കര. പിന്നെ പണ്ട് ഇവന് ദിലീപിനോടുള്ള ഇഷ്ടം മൂത്തിട്ട് ആരെങ്കിലും പേര് ചോദിച്ചാൽ ഗോപാലകൃഷ്ണൻ എന്നാ പറയാ, ഗോപികൃഷ്ണൻ.
അതെന്നിട്ട് അന്ന് അവിടെ വെച്ചിട്ട് ദിലീപിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്ങനെ. അപ്പൊ അയ്യോ എന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാ. ഞാൻ പറഞ്ഞു അതെ, പക്ഷെ ഇവന്റെ പേര് ഗോപികൃഷ്ണൻ, ആര് ചോദിച്ചാലും പക്ഷെ ഇവൻ പറയാ ഗോപാലകൃഷ്ണൻ എന്നാണ്. അതെ അതെ. പിന്നെ എന്താ പറയാ, ഭയങ്കര സന്തോഷമായി അന്ന് അങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഇവന്റെ സിനിമ കണ്ടോ ഇല്ലയോ എന്ന് തിരികെ തൊട്ട് ഇവൻ കാത്തിരിക്കുകയാണ് ദിലീപിന്റെ ഒരു കോളിന് വേണ്ടിട്ട്. പിന്നെ അതുപോലെ ലാലേട്ടൻ, മമ്മൂക്ക, ഇവരൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഇതിൽ കാണുമല്ലോ, ഇന്ന സിനിമ കണ്ടിട്ട് ഓരോ ആൾക്കാരെ വിളിച്ചു അഭിനന്ദിച്ചു എന്നൊക്കെ. അപ്പൊ ഇവനങ്ങനെ ആരുടെ അടുത്തുനിന്നും മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുവരെ ആരും അവനെ വിളിച്ച് അഭിനന്ദിച്ചിട്ടില്ല ഒരു സിനിമയ്ക്കും വേണ്ടിയിട്ടും. അപ്പോൾ അത് അവനൊരു വലിയ സങ്കടമാണ്. കാരണം അത് ഞങ്ങൾക്കും ചിലപ്പോൾ ഇങ്ങനെ തോന്നും. കാരണം ഇങ്ങനെ ഒരു മോനെ ഒരു എന്താ പറയാ, ഒരു അവന്റെ കഴിവുകൾക്ക് സപ്പോർട്ടാണല്ലോ ശരിക്കും. അപ്പൊ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാല് ശരിക്കും അവനതൊരു വലിയ സന്തോഷമാണ്. ഇവൻ എല്ലാവരുടെയും വിളിക്ക് കാത്തിരിക്കുകയാണ്. വൈകാതെ വരും. പ്രത്യേകിച്ച് മമ്മൂക്കൊക്കെ എന്തായാലും ഗോപികൃഷ്ണനെ വിളിക്കുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത്. സിതാര സമീപർ ഒരു പക്ഷേ മൂപ്പർക്ക് കാണാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോ കണ്ടിട്ട് വിളിക്കാം, വൈകാതെ നേരിട്ട് എല്ലാരും കാണും, എല്ലാരും കാണും ഉറപ്പായിട്ടും. അപ്പൊ നിന്നെ ആരൊക്കെ വിളിക്കണം, ലിസ്റ്റ് പറയൂ. ആരൊക്കെ നിന്നെ വിളിക്കണം? ദുൽഖർ സൽമാനും വിളിക്കണം. ബാപ്പ മാത്രം വിളിച്ചാ പോരാ, വാപ്പച്ചിന്റെ കൂടെ സൽമാൻ, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി. ഓക്കെ, അദ്ദേഹം വിളിക്കും, സുരേഷ് ഗോപിയും വിളിക്കും, ജയറാം, ജഗദീഷ് ചേട്ടൻ വിളിക്കും, ഉറപ്പാ, ജയസൂര്യ. ജയസൂര്യ. ഇനി ആരാ ബാക്കിയുള്ള? എന്നെ കാണാൻ ആരെ പോലെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞ, എന്നെ കണ്ടിട്ട് റാഷിയെ കാണാൻ ആരെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ ജയസൂര്യ, മറ്റേ പ്രേതം സിനിമയിൽ ശരിക്കും. അമ്മ പാട്ടുകളൊക്കെ ഉണ്ടാക്കുമല്ലോ, അമ്മ സ്വന്തമായിട്ട് പാട്ട് എഴുതി കമ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് രഞ്ജിനി വർമ്മ. അപ്പോൾ ഗോപിക്ക് ആ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ, അമ്മയുടെ പാട്ടുകൾ? പിന്നെന്താ, പണ്ട് മുതൽ തന്നെയാ. ആണോ? പണ്ട് മുതൽ അമ്മ പാട്ടുമായിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കാണ് ഗോപിയുടെ, അല്ലേ? ഗോപിക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, അമ്മയുടെ പാട്ട് ഇഷ്ടമല്ലേ? എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മ അന്ന് ഗോപിയെ താരാട്ടാനാണോ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്? അത് അമ്മയുടെ പാട്ടുകൾ എങ്ങനത്തെ പാട്ടുകളാ? മലർക്കൊടി പോലെ. താരാട്ടാൻ പാടാറുള്ളത് മലർക്കൊടി പോലെ. മലർക്കൊടി ചേച്ചി ഒന്ന് പാടുവോ? മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീയൻ മടിമേലേ, മയങ്ങൂ നീയൻ മടിമേലേ, അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി, അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി, നിറസന്ധ്യയായി ഞാൻ ആരോമലൈ വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി, ഉറങ്ങൂ കനവു കണ്ടുണരാനായി ഉഷസണയുമ്പോൾ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലേ, ആരിരോ ആരിരാരോ. അമ്മ താരാട്ട് പാട്ട് ഉണ്ടാക്കിയിട്ടില്ല. അമ്മ എങ്ങനത്തെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടില്ല ഗോപി? ചേച്ചി ഇവനെ താരാട്ടുപാട്ട് ഉണ്ടാക്കിയില്ല. താരാട്ടുപാട്ടായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ചേച്ചി കൂടുതലും ലവ് സോങ്സ് ഒക്കെ ആണ്. ലവ് സോങ്സ് ആണ്. അത് ആൽബംസ് ഒക്കെ ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള സോങ്സ് ഒക്കെയാണ് ഉള്ളത്. സീരീസ് ആയിട്ട് യൂട്യൂബിലൊക്കെ, സ്പോട്ടിഫൈ അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ. പിന്നെ അല്ലാതെ ഞാനിപ്പോ മ്യൂസിക് തെറപ്പിക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ട കുറച്ച് സോങ്സ്, അത് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുക. ഡിഫറെന്റ്ലി ഏബിൾഡ് കിഡ്സിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഹിന്ദുസ്ഥാനി ആയാലും ബാക്കി പാട്ടുകൾ പഠിക്കാൻ പലരും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. എന്നോട് എൻക്വയറീസ് വരാറുണ്ട്. പക്ഷെ ഞാൻ ഇല്ല എന്നുള്ളൊരു ശബ്ദത്തിലാണ്. കാരണം എൻ്റെ മോനെ പോലത്തെ കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനുള്ള ക്ഷമയും ആ ഒരു താല്പര്യവും ആർക്കും ഇല്ലാത്തൊരവസ്ഥയാണ്. ബാക്കി നോർമൽ സോക്കോൾഡ് നോർമൽ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ടീച്ചേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പാട്ട്
എൻ്റെ മോനെ പോലത്തെ മക്കൾക്ക് എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ട്. അപ്പൊ ഇപ്പം തെറാപ്പിക്ക് വേണ്ടിയിട്ട് ചേച്ചി വേറെ സെപ്പറേറ്റ്ലി കമ്പോസ് ചെയ്യാറുണ്ട്? കമ്പോസ് ചെയ്യാറുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് സ്പീച്ച് ഡെവലപ്പ് ആവാനും അതുപോലെ അങ്ങനെ സ്പീച്ച് ക്ലാരിറ്റി വരാനും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് പകരം പാട്ട് പാടിച്ച് ആ രീതിയിൽ അവരുടെ സ്പീച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, അപ്പോൾ അവരുടെ ഉള്ളിലൊരു റിതം കൊണ്ടുവരാൻ, അതിനൊക്കെ പറ്റിയ രീതിയിലുള്ള ചെറിയ മലയാളം പാട്ടുകളും റൈംസ് പോലെയും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ. അപ്പൊ ഗോപിയൊക്കെ പ്രണയമൊക്കെ തുടങ്ങുന്ന സമയമായി. അപ്പൊ ഗോപിക്ക് സ്വന്തം അമ്മയുടെ പ്രണയഗാനം തന്നെ പാടാമല്ലോ പ്രണയത്തിന്റെ കാലത്ത്, അല്ലേ? ഗോപിക്ക് ലവ് ഉണ്ടോ, അഫെയർ ഉണ്ടോ, റിലേഷൻഷിപ്പ് ഉണ്ടോ, ക്രഷ് ഉണ്ടോ, പ്രേമിക്കണ്ടേ ഗോപി? വേണ്ട, അമ്മ ഇരിക്കുമ്പോ പറയാൻ ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും. ഓക്കെ. ഇപ്പം റെഡി ടു മിങ്കിൾ ആണ്. റെഡി ടു മിങ്കിൾ. ഇപ്പൊ ഞാൻ നോക്കി മുക്കിട്ടുണ്ട്. ഗോപി സിംഗിൾ, റെഡി ടു മിങ്കിൾ. കേട്ടല്ലോ. അപ്പോ ഗോപി ഇനി തിരക്കിലാവുമ്പോ പിന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും. സോ ഇപ്പോഴേ അമ്മ പറഞ്ഞിരിക്കുകയാണ്, രഞ്ജിനി വർമ്മ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഗോപിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച അമ്മ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പ്രണയഗാനം ഒന്ന് അമ്മ തന്നെ എഴുതി അമ്മ തന്നെ കമ്പോസ് ചെയ്തൊരു പ്രണയഗാനം ഞങ്ങൾക്ക് വേണ്ടി. നിന്നെ കുറിച്ചെഴുതാനായി ഞാനിരുന്നു, വാക്കുകൾ തേടി ഞാൻ കണ്ണടച്ചു, മിഴിമണി മുത്തുകൾ വീണന്റെ മുന്നിലെ കടലാസിതാകെ നനഞ്ഞു പോയി, മാനത്തെ അമ്പിളി ചിരിച്ചു പോയി, നിന്നെ കുറിച്ചെഴുതാനായി ഞാനിരുന്നു, വാക്കുകൾ തേടി ഞാൻ കണ്ണടച്ചു. അപ്പൊ ഗോപിയില്ലേ ഇപ്പം സിനിമയിൽ അഭിനയിക്കാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പുതിയ പ്രോജക്റ്റുകളൊക്കെ ഏതൊക്കെയാണ്? പുതിയ ഒരു തമിഴ് പ്രോജക്റ്റ് ഉണ്ട്. അത് കുറച്ച് അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടക്കുകയാണ്. അതേപോലെ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ മൂവി, ഇൻഡോ വിയറ്റ്നാം ഒരു സ്റ്റോറിയാണത്. അതിപ്പോൾ ലോഞ്ച് കഴിഞ്ഞു. അതിൻ്റെ ഡൽഹിയിൽ വെച്ച് ലാസ്റ്റ് വീക്ക് ലോഞ്ച് ആയിരുന്നു. സെപ്റ്റംബറിൽ ഷൂട്ടാണ്. സെപ്റ്റംബർ 2nd വീക്കിൽ അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇപ്പോൾ 2 പ്രോജക്റ്റാണ് ഇപ്പോൾ ഗോപിക്ക് നിൽക്കുന്നത്. ഗോപി മുമ്പിൽ ക്യാമറ വെച്ചിട്ടേ ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഗോപിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ബുദ്ധിമുട്ടും തോന്നില്ല. ക്യാമറ ഉണ്ടാവണം. ക്യാമറ ഉണ്ടെങ്കിൽ ഗോപി ആള് വേറെയാ. ആണോ? ആക്ഷൻ പറഞ്ഞ ഗോപിക്ക് പ്രത്യേകം എന്തെങ്കിലും ഒരു എനർജി കയറും, അല്ലേ? അപ്പം നേരത്തെ അമ്മൊക്കെ പറഞ്ഞു തന്ന പ്രകാരം ക്യാരക്ടറിനെ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇത് എന്താണ് ഞാൻ അഭിനയിക്കാൻ പോണത്, എന്റെ പേരെന്താണ് ക്യാരക്ടറിന്, ഇപ്പൊ ഗുട്ടു, അപ്പൊ ഗുട്ടു എങ്ങനെയാ ചെയ്യേണ്ടത്, ഇതൊക്കെ അമ്മ പറയുമ്പോ കറക്റ്റ് മനസ്സിലാവാറുണ്ടോ ഗോപിക്ക്? പിന്നെന്താ ആണ്. എന്നിട്ട് ഡയലോഗ്സ് ഒക്കെ ഗോപി പഠിക്കാൻ കുറെ സമയം എടുക്കുവോ? കുറെ സമയം എടുക്കുവോ? മലയാളത്തിലാകുമ്പോ കുറച്ചുകൂടി ഈസിയാണോ? ഹിന്ദിയിലെ ആണല്ലേ? എന്നിട്ട് ഗോപി ഒറ്റ ടേക്കിലൊക്കെ ഓക്കെ ആക്കോ ഷോട്ടുകളൊക്കെ? പിന്നെന്താ. ഗോപിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടൊന്ന് പാടുവോ? ഏതാ പ്രിയപ്പെട്ട പാട്ട്? പാടിക്കോ. താരാപദം രാജാ സാറിന്റെ പാടിക്കോ. താരാപദം ചേതുഹാരം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിങ്ങിപ്പൂവിൽ മൃദ ചുംബളങ്ങൾ നൽകാൻ താരാപദം ചേതുഹരം പ്രേമാമൃതം പെയ്യുന്നതാ. ഗോപിക്ക് ഈ സിത്താരെ സമീൻ പെർ എന്ന സിനിമയിൽ ഗോപിന്റെ കൂടെ അഭിനയിച്ചവരിൽ ആമിർ ഖാന്റെയും ജാനീലിന്റെ ഒന്നല്ലാതെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഏറ്റവും നന്നായിട്ട് കിടിലൻ ആക്ടിങ് ആണെന്ന് തോന്നിയ ആരതാ? നന്നായി അഭിനയിച്ചതായിട്ട് ഗോപി അല്ലാത്ത വേറെ ഏത് കുട്ടിയാ തോന്നിയ ഗോപിക്ക്? സിമ്രാൻ. സിമ്രാന്റെ അഭിനയം കിടിലാണോ? അപ്പൊ ഇനി എന്താണ് ഗോപിക്ക് ഉള്ള ആഗ്രഹങ്ങൾ പറ, ഗോപിയുടെ സ്വപ്നങ്ങൾ പറ. സിനിമയിലെ എന്തൊക്കെ ഡ്രീംസാ ഗോപിക്ക്? സ്വപ്നം എന്നെ
ആക്ടിങ് എപ്പോഴും ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുക. അത് ഏത് ഭാഷയിലായാലും കുഴപ്പമില്ല അല്ലേ? സിനിമ കാണാറുണ്ടോ ഗോപി? ഇങ്ങനെ തിയേറ്ററിലൊക്കെ പോയിട്ട് എപ്പോഴും സിനിമ കണ്ടോണ്ടിരിക്കാറുണ്ടോ? ഇപ്പൊ ലാസ്റ്റ് ഏത് സിനിമയാ കണ്ട ഗോപി? അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഫുള്ള് ഇതിന്റെ തിരക്കിലായതുകൊണ്ട് കുറെ തവണ കണ്ടത് സിത്താര സമീൻ പറ. അതിന്റെ ഇടയിൽ നമ്മൾ ലാസ്റ്റ് കണ്ടത് ഒരു ജാതി ജാതകം അല്ലേ? ഇത് റിലീസ്. കോമഡി സിനിമകളാണോ ഗോപിക്ക് ഏറ്റവും ഇഷ്ടം, അല്ല ആക്ഷൻ മൂവീസ് ആണോ? കോമഡി, ആക്ഷൻ, ഹീറോ എല്ലാം ഇഷ്ടമാണ്. സൂപ്പർ ഹീറോ സിനിമകളും ഇഷ്ടമാണ്. അപ്പം ചേച്ചി, ഇനിയിപ്പം മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, മ്യൂസിക്കിനെ കുറിച്ച് സംസാരിച്ചു. ഇനി എന്താണ് ഗോപിക്ക്, ചേച്ചിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ്? ഗോപി ഏത് രീതിയിലാണ് ഗോപിയുടെ ലൈഫ് മുന്നോട്ട് പോകാൻ പോകുന്നത്? ഗോപിക്ക് ആക്ച്വലി ഗോപി മൾട്ടിപ്പിൾ ഡിപ്ലോമ ഹോൾഡറാണ് കമ്പ്യൂട്ടറിൽ. ജിടെക്കിന്ന് LBSc എന്നൊക്കെ ആയിട്ട് അവന് മലയാളം ടൈപ്പിങ്ങും MS ഓഫീസ് അങ്ങനെയുള്ള ഡാറ്റ എൻട്രി ഇതെല്ലാം പാസ്സായിട്ടുണ്ട് അവൻ. +2 കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ എരഞ്ഞിപ്പാലത്തെ ഒരു ജോബ് ഇതുള്ള ട്രെയിനിങ് സെന്റർ ഉണ്ട്, സദനം, നയനാർ സദനം. അവിടെ നിന്ന് ഇവന് മലബാർ ഹോസ്പിറ്റലിൽ പ്ലേസ്മെന്റ് കിട്ടിയതാണ്. പിന്നെ ഈ കോവിഡിന്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ വിടാണ്ടായത്. അപ്പം ഞാനിപ്പോൾ വീണ്ടും അവനെ PSC എല്ലാം എഴുതിപ്പിച്ചു. വിജയ ബാങ്കില് ആക്ച്വലി പ്യൂൺ ലിസ്റ്റിൽ വന്നതാ. പക്ഷേ ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് മെർജ് ആയപ്പോൾ ആ ലിസ്റ്റ് ക്യാൻസൽ ആയി പോയി. ഇല്ലെങ്കിൽ ഗോപി ബാങ്ക് എംപ്ലോയി ആയേനെ. പക്ഷേ ഗോപിക്ക് അതൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനിങ്ങനെ പല ജോലിക്കും ഇവന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഥിരമില്ലല്ലോ, സിനിമ എന്ന് പറയുന്നത് സ്ഥിരമല്ലല്ലോ. അപ്പൊ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഇവനൊന്നും വേണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയും, ഞാനിങ്ങനെ വിചാരിക്കും പ്രധാനമന്ത്രിനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിനോടോ ഒക്കെ നമുക്ക് ഇവന് വേണ്ടിയിട്ട് ഒരു ജോലി, എന്തെങ്കിലും ഒരു സ്ഥിരം ജോലി നമുക്ക് വേണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്ത് കളിക്കുന്ന സിനിമ മാത്രം പോരാന്നുള്ളൊരു? തീർച്ചയായിട്ടും. കാരണം സിനിമ ഒരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള കാര്യമല്ല എല്ലാവർക്കും. എന്തോ ഞാൻ ഇവനെ വളർത്തിക്കൊണ്ടുവരുമ്പോ ഇവനെ ഒരു സെൽഫ് സഫീഷ്യന്റ് ഒരു ബോയ് ആക്കണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ സിനിമയിലേക്കുള്ള ആഗ്രഹം കണ്ടപ്പോൾ ഒരു സിനിമ ഇവനെ ചെയ്യിക്കണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ലാസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിനുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് മ്യൂസീഷ്യനായിട്ട് പ്ലേബാക്ക് സിംഗർ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഉള്ള ആളാണ്. പക്ഷെ എനിക്കും ഈ ജീവിത പ്രാരബ്ധങ്ങളുടെ ഇടയിൽ ഒന്നിനും പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവന്റെ അഭിനയമോഹവും എൻ്റെ പാട്ടിന്റെ മോഹവും രണ്ടും കൂടെ അതിൽ നടത്താമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തിരികെ സിനിമ വന്നത്. അങ്ങനെ പിന്നെ ഇപ്പൊ 4 സിനിമ കഴിഞ്ഞ 5ാമത്തെ സിനിമ ഇപ്പൊ ലോഞ്ചായി. ഒരു സീരിയലും ചെയ്തു, സുധാമണി സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് സി നെറ്റ്വർക്കില്. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് സാധാരണ ഒരാൾക്ക് പോലും കിട്ടുന്നില്ല അവസരങ്ങൾ സിനിമയിൽ. അപ്പോൾ അവന്റെ ടാലന്റ് തിരിച്ചറിയപ്പെട്ട് അവന്റെ ആഗ്രഹം തീരുന്ന അത്രയും സിനിമകൾ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം ഒരു സ്ഥിരമായ ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഏതെങ്കിലും ഒരു സംഗതിയിൽ പ്ലഗ് ചെയ്ത് കൊടുത്താൽ ആളങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിക്കോളും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹമാണ് എനിക്ക് ഇവന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ളത്. അമ്മ അല്ലാതെ ഗോപിക്ക് ഏറ്റവും അടുത്ത കൂട്ടേതാ? അമ്മ ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു മൂടുണ്ടോ? ചേച്ചിയും ഇവനും ഭയങ്കര, മോളും ഇവനും ഭയങ്കര സത്യം പറഞ്ഞാൽ ഇപ്പോഴും പല സമയത്തും മോളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് ഇവനൊരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോകുന്ന ഒരു സംഭവം. മോള് അമേരിക്കയിലാണുള്ളത്. അവള് PhD കഴിഞ്ഞു, ഇപ്പൊ പോസ്റ്റ് ഡോക്ടറേറ്റിന് ജോയിൻ ചെയ്തു. അപ്പോ ഇവൻ ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോ, ഫസ്റ്റ് ഇന്റർവ്യൂ വന്നപ്പോ അവള് ഗിഫ്റ്റ് കൊടുത്ത ടീഷർട്ട് ഇട്ടിട്ടാണ് ഇന്റർവ്യൂവിന് ഇരുന്നത്. പൊന്നുമോളെ മിസ് ചെയ്യാണ്. അപ്പൊ മോള് കൂടെ ഉണ്ട് എന്ന് തോന്നാൻ വേണ്ടിട്ടാന്നാ പറഞ്ഞത്. പൊന്നുമോളെ മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും ഇപ്പം ഗോപിക്ക്? പൊന്നുമോള് വരും കേട്ടോ, പഠിച്ച് മിടുക്കിയായിട്ട് വരും. മുഖത്ത് അപ്പോഴത്തേക്കും സങ്കടം വന്നു, കണ്ടില്ല? അവളുടെ കാര്യം പറഞ്ഞാ അവൾ അത്ര അറ്റാച്ച്മെന്റ് ആണ്. എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? പൊറോട്ടയോ? പൊറോട്ടന്റെ കൂടെ എന്താണ് കറി? ഗോബി മഞ്ചൂരിയൻ. ഞങ്ങള് പ്യുവർ വെജ് ആണല്ലേ? വെജ് മാത്രമേ കഴിക്കാറുള്ളൂ. പൊറോട്ടയും ബിരിയാണിയാണ്. വെജ് ബിരിയാണി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കില് അവില്. പിന്നെ വേറെ സ്ഥിരം പറയണതൊന്നുണ്ടല്ലോ, എപ്പൊ എവിടെ നിന്ന് എന്താണെങ്കിലും. ഞാൻ ഇന്ന് വീട്ടിലുണ്ടാക്കിയാലും നാളെ ഹോട്ടലിൽ നിന്ന് പറയാന്ന് പറഞ്ഞാൽ പുട്ട് മതി. പുട്ടിന്റെ കൂടെ എന്താണ്? പപ്പടം മതിയോ? പഴം വേണോ? പപ്പടം മാത്രം. ശരി. നീ കൊഴക്കട്ട? കൊഴുക്കട്ട ഇഷ്ടം. ഇനി ഇവിടെ തുടങ്ങും. ആള് ഫുഡിയാണ്. അപ്പൊ ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാവും കയ്യിൽ. വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോ ചിലപ്പോ ഡയറ്റ് പ്ലാൻ ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അമ്മ പറഞ്ഞു തരൂ അത്?
അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല, എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഫുഡിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ പോലെ ഗോപിക്ക് ഫുഡ് ഇഷ്ടാണെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇഷ്ടല്ലേ? ആ, കൊഴുക്കട്ട ഇഷ്ടാ. പിന്നെ അമ്മ ഉണ്ടാക്കണേൽ ഏറ്റവും ഇഷ്ടം എന്താ? കപ്പ ദോശയും. ആ, കപ്പക്കറിയും ദോശയും. കപ്പ അങ്ങനെ സ്റ്റൂ പോലെ വെക്കും. വലിയ കോമ്പിനേഷനാ, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാ. സ്പോർട്സിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യമുണ്ടോ? സ്പോർട്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ? ഒരു ദിവസം ഞാൻ കളിച്ചിട്ടുണ്ട് ബോംബെയിലെ. അത് ബോംബെയിൽ സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് പോയപ്പോഴോ? അല്ല, ഇത് പ്രമോ ഉണ്ടായിരുന്നു. സാധാരണ ബാറ്റിംഗ്. അല്ലെ, എന്നോട് പറഞ്ഞു അന്ന് സമയത്ത് അമ്മസാനം പറഞ്ഞിട്ടുണ്ട്. ബാറ്റിംഗ് അറിയോ? അറിയാം, അറിയാം എനിക്ക്. ഫുട്ബോൾ അറിയോ? അറിയാം. ഷട്ടിൽ അറിയോ? അറിയാം. എന്നിട്ട് ടെന്നീസ് കളിക്കാൻ അറിയോ? ഇതറിയാം എനിക്ക്. എല്ലാം അറിയാം അല്ലേ? മൊത്തം അറിയാം. ഭയങ്കരനാ. പിന്നെ ഏറ്റവും ഭയങ്കര ഒരു ഇതെന്ന് പറഞ്ഞാല്, ഇവൻ പണ്ട് അച്ഛന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഗല്ലി ക്രിക്കറ്റ് കളിക്കും. നമ്മുടെ വഴിയിലെ പിള്ളേരെല്ലാരും കൂടിയിട്ട്, നമ്മുടെ നാട്ടിൽ സ്ഥിരമുള്ളതാണല്ലോ അങ്ങനെ കളിക്കുമ്പോ ഇവനെ അവിടെ ഗോപിച്ചേട്ടൻ സച്ചിനാണെന്നാ പറയാ. ഗോപിച്ചേട്ടൻ സച്ചിനാണ്. ഒറിജിനൽ സച്ചിനെ കണ്ടു. രൺബീർ കപൂർ കണ്ടു. രൺബീർ കപൂറിനെ കണ്ടോ? പിന്നെന്താ, സച്ചിനെ കണ്ടപ്പോ എന്താ ഗോപി ചെയ്തേ? അയ്യോ, ഭയങ്കര ഹഗ്ഗൊക്കെ ചെയ്ത് സച്ചിനെ. രൺബീർ മോനോട് എന്ത് പറഞ്ഞു? ഗോപിയോട് എന്ത് പറഞ്ഞു? ക്യൂട്ടാണ് പറഞ്ഞു. ക്യൂട്ടാണെന്ന് പറഞ്ഞു. രൺബീറിന് ഇഷ്ടമാണോ ശരിക്കും? പിന്നെന്താ, ഷാരൂഖ് ഖാനെ കണ്ടു. ആമിർ ഖാന്റെ കൂടെ അഭിനയിച്ചു. ഇനി സൽമാൻ ഖാനെ കണ്ടില്ല. സൽമാൻ ഖാനെ കാണാലോ, ഇത്രയും ഖാൻമാരെ കണ്ടില്ല. ഇപ്പൊ ഞാൻ ജോഹിന്റെ അവിടെ കണ്ടു. ജോയിസോളെ ഇഷ്ടമായിരുന്നു ആദ്യം. പിന്നെന്താ, ഉണ്ട്. ഗോപികൃഷ്ണന് ഒരുപാട് ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ടാവും. ആരാ അത് വായിക്കുന്ന? അമ്മയാണോ? ഞാനാ മറുപടി കൊടുക്കുന്നതും ഇവൻ തന്നെ ഹാൻഡിൽ ചെയ്യാ. അപ്പൊ നേരത്തെ അമ്മ പറഞ്ഞ റെഡി ടു മിങ്കിൾ ധൈര്യമായിട്ട് മെസ്സേജ് ഉള്ളൂ. ഗോപികൃഷ്ണന്റെ അമ്മയല്ല കേട്ടോ കാണുന്നത് നിങ്ങൾ അയക്കുന്ന മെസ്സേജ്, ഗോപി തന്നെയാണ്. അപ്പൊ ഗോപിന്റെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞിട്ട് കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില്. നമുക്ക് എല്ലാത്തിനും സമയം കാണൂലല്ലോ. ഇൻസ്റ്റാഗ്രാം ആണോ അല്ലെ ഫേസ്ബുക്ക് ആണോ കൂടുതൽ താല്പര്യം? പിന്നെ അവന്റെ ഏറ്റവും വലിയ പാസ് ടൈം എന്ന് പറഞ്ഞത്, ടൈം പാസ് എന്ന് പറയുന്നത് ഇതാണ്. യൂട്യൂബ് നോക്കിയിട്ട് പാട്ടുകൾ വെച്ചിട്ട് ഡാൻസ് ചെയ്യുക. അപ്പൊ പല സ്റ്റെപ്പുകൾ. അതെ. പിന്നെ എന്താ പറയാ, ഡയലോഗ്സ്, ഓരോരുത്തരുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ കേട്ട് പഠിക്കുക, അതനുസരിച്ച് പഠിക്കുക. അപ്പൊ നന്നായി പണിയെടുക്കുന്നുണ്ട്. വെറുതെ ഒരു ഭാഗ്യത്തിന്റെ മുകളിൽ പൊട്ടി മുളച്ച ആളല്ല. അമ്മ പറയുന്നുണ്ട് അമ്മക്ക് ഒരു സ്ഥിരം ജോലി ഗോപികൃഷ്ണന് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന്. പക്ഷെ ഗോപി നടനാവും ഉറപ്പായിട്ട് നടനാവും എന്ന് വിശ്വസിച്ചു. സിത്താര സമയം ഉറപ്പായിട്ട് നിന്നുപോയ സിനിമ സംഭവിക്കുന്നു, അതിൽ ഗുട്ടു എന്നുള്ള ക്യാരക്ടർ ഉണ്ടാവും എന്ന് ഗോപി പറഞ്ഞ പോലെ സംഭവിച്ചു. അതുപോലെ അമ്മയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗോപിക്ക് ഇന്ത്യ മുഴുവൻ സജീവമായിട്ട് ഉള്ള കാലത്തോളം നല്ല കുറെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. എല്ലാരും ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഗോപിയെ സപ്പോർട്ട് ഉണ്ട്. അപ്പം ഒരുപാട് സന്തോഷം ഗോപി. അപ്പൊ എന്റെ പേരെന്താ? സൂപ്പർ ഗോപി. അപ്പൊ ഒരു തവണ കേട്ടപ്പോഴത്തേക്കും ഗോപിന്റെ പേര് പഠിച്ചല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി, രഞ്ജൻ ചേച്ചി. നമസ്കാരം. രാജമാണിക്യം പറയല്ലേ? രാജമാണിക്യത്തില് എങ്ങനെയാ മമ്മൂട്ടി പറയണേ? നമസ്കാരം. ശരി, ഓക്കെ. ഇനിയിപ്പോ ലാലേട്ടനാണെങ്കിൽ എന്താ മോളെ അനുത്താരെ പെരുവയിലായ? ഒരു വട്ടം ഡയലോഗ്സ് ഒക്കെ പഠിച്ച പിന്നെ ഗോപി മറക്കില്ല. ഒരു വട്ടം സിനിമ മാത്രമുള്ള ജീവിതം. എന്താ സിനിമ മാത്രമുള്ള ജീവിതം? ഈടാ സിനിമ മാത്രമുള്ള ജീവിതം. അങ്ങനെ പറഞ്ഞവരൊക്കെ അത് ഇവിടെ ശരിയാണെന്ന് തെളിയിച്ചു കൊടുത്തിട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോപിക്കും തെളിയിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. സിനിമ തെളിയിക്കും. എന്താണ് ഉറപ്പായിട്ടും. അപ്പോ ഈ ചേച്ചി ഒരു പാട്ട് കൂടി ഞങ്ങൾക്ക് വേണ്ടി ചേച്ചി കമ്പോസ് ചെയ്ത ഒരൊറ്റ പാട്ട് കൂടി ഞങ്ങൾക്ക് പാട്ട് സജസ്റ്റ് ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോഴും അങ്ങനെ ഒരു ആളിങ്ങനെ ഒരു ആലോചനയിലായിരുന്നു. ഇപ്പൊ അമ്മയുടെ പാട്ട് താനേ വന്നു ഗോപിക്ക്. അപ്പൊ ഇതൊക്കെ ഗോപിയുടെ മനസ്സിലുണ്ട്. രാവോളം തോരാതെ പരിഭവം പെയ്യുന്നു പാതിരാമഴപ്പെണ്ണ് മറയഴിവാതിലിനിടയിലൂടെൻ്റെ വളയിട്ട കയ്യിൽ തൊട്ടും
പാറും മുടിയിഴ പാടേ നനച്ചും ജാലകവാതിലിൻ ചാരേ രാവോളം തോരാതെ പരിഭവം പെയ്യുന്നു പാതിരാമഴ പെണ്ണ് പാതിരാമഴ പെണ്ണ്. ഇനി ഈ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ഒക്കെ ഗോപികൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.